2263 ഏക്കർ വിസ്തൃതിയുള്ള ചെറുവള്ളിത്തോട്ടം. അതിൻ്റെ ഉടമസ്ഥതയെ ചൊല്ലി നടക്കുന്ന 1.5 പതിറ്റാണ്ട് നീണ്ട നിയമവ്യവഹാരം. എസ്റ്റേറ്റ് സർക്കാർ ഭൂമി കയ്യേറിയതാണെന്നതിന് നിരവധി തെളിവുകൾ ഉണ്ടായിട്ടും കോടതിയിൽ സർക്കാർ ഭാഗം പതിവായി പരാജയപ്പെടുന്ന വൈചിത്ര്യം. ഒടുക്കം ശബരിമല വിമാനത്താവള പദ്ധതിയുടെ പേരിൽ സ്വന്തം ഭൂമി വില കൊടുത്തു വാങ്ങാനുള്ള സർക്കാർ നീക്കം. എന്താണ് ചെറുവള്ളി എസ്റ്റേറ്റിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളുടെ യാഥാർത്ഥ്യം? 5 അന്വേഷണ കമ്മീഷനുകൾ സർക്കാർ ഭൂമിയാണെന്ന് ഉറപ്പിച്ചു പറയുന്ന തോട്ടം എങ്ങനെയാണ് ബിഷപ്പ് KP യോഹന്നാന്റെ നിയന്ത്രണത്തിലുള്ള ബിലീവേഴ്സ് ചർച്ചിൻ്റെതായി? എന്തുകൊണ്ടാണ് അവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ശബരിമല വിമാനത്താവള പദ്ധതിയെ ഒരേ സമയം പരിസ്ഥിതിവാദികളും ഭൂവകാശ പ്രവർത്തകരും ഹൈന്ദവ വിശ്വാസികളും ഒരുപോലെ എതിർക്കുന്നത്? എന്തിനാണ് ഭൂമിയുടെ ഉടമസ്ഥതയെ സംബന്ധിച്ചുള്ള സിവിൽ കേസിൽ വിധി വരാൻ പോലും കാത്തു നിൽക്കാതെ സർക്കാർ തിരക്കിട്ട് ഓർഡിനൻസിലൂടെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്? എല്ലാ ചോദ്യങ്ങൾക്കും വ്യക്തമായ ഉത്തരമുണ്ട്. ഒരു നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ചെറുവള്ളിയുടെ ചരിത്രവും അതിലെ ചതികളും ആധികാരികമായ വസ്തുതകളുടെ പിൻബലത്തോടെ അഡ്വക്കേറ്റ് ശങ്കു ടി ദാസ് വാസ്തവിനോട് വിശദീകരിക്കുന്നു. ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ ചരിത്രം, ശബരിമല വിമാനത്താവളം എന്ന ഗൂഢാലോചന. വാസ്തവിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. പൂർണ്ണമായും സർക്കാരിന് അവകാശപ്പെട്ട ഭൂമി അത് അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന കയ്യേറ്റക്കാരിൽ നിന്ന് ഒരിക്കലും നടക്കാത്തതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരു വിമാനത്താവളം നിർമ്മിക്കാൻ എന്ന പേരിൽ സർക്കാർ തന്നെ വില കെട്ടി വാങ്ങുന്ന ഒരു വിചിത്രമായിട്ടുള്ള പദ്ധതിയാണ് ഈ ശബരിമല വിമാനത്താവള പദ്ധതി. പേര് ശബരിമല വിമാനത്താവള പദ്ധതി എന്നാണെങ്കിൽ പോലും ഈ വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എരുമേലിയിൽ സ്ഥിതി ചെയ്യുന്ന സുമാർ 2263 ഏക്കർ വിസ്തൃതിയുള്ള ചെറുവള്ളി തോട്ടഭൂമിയിലാണ്. ഈ ചെറുവള്ളി എസ്റ്റേറ്റ് നിലവിൽ KP യോഹന്നാൻ്റെ നിയന്ത്രണത്തിലുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ കൈവശത്തിലാണ്. അവരുടെ അവകാശത്തിലല്ല, കൈവശത്തിലാണ്. എങ്ങനെയാണ് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് KP യോഹന്നാൻ്റെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ കയ്യിൽ വന്നത് എന്നത് വേറൊരു വിചിത്രമായിട്ടുള്ള കഥയാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ 5ാമതായി ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം കൂടി ആവശ്യമുണ്ടെന്ന് കണ്ടെത്തുകയും ആ വിമാനത്താവളം നിർമ്മിക്കാൻ ശബരിമലയോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശത്ത് തന്നെയാണ് ഏറ്റവും അനുയോജ്യം എന്ന് കണ്ടെത്തുകയും അതിൽ തന്നെ KP യോഹന്നാൻ്റെ കയ്യിലിരിക്കുന്ന ഈ ചെറുവള്ളി എസ്റ്റേറ്റ് ഭൂമിയിലാണ് വിമാനത്താവളം നിർമ്മിക്കാൻ ഏറ്റവും കൃത്യവും ഏറ്റവും അനുയോജ്യവും എന്ന് കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുവള്ളി തോട്ടത്തിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം നിർമ്മിക്കുക എന്നൊരു പദ്ധതിയുമായി കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ വിമാനത്താവളത്തിൻ്റെ നിർമ്മാണത്തിനായി സർക്കാരിന് തന്നെ അധികാരപ്പെട്ട ഭൂമിയാണെന്ന് 5ഓളം അന്വേഷണ കമ്മീഷനുകൾ കണ്ടെത്തിയിട്ടുള്ള ഭൂമി. അതായത് ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന നിവേദിത P. ഹരൻ, ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനായിരുന്ന ജസ്റ്റിസ് എൽ മോഹനൻ, അതേപോലെ തന്നെ ലാൻഡ് റവന്യൂ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്ന സജിത് ബാബു, വിജിലൻസ് DYSP ആയിരുന്ന നന്ദനം പിള്ള, അതിനുശേഷം സ്പെഷ്യൽ ഓഫീസറായിരുന്ന രാജമാണിക്യം. ഇത്രയും ആളുകളുടെ അന്വേഷണത്തിൽ സർക്കാർ ഭൂമിയാണെന്നും ബിലീവേഴ്സ് ചർച്ച് അനധികൃതമായി കൈവശപ്പെടുത്തിയതാണെന്നും അത് തിരിച്ചു പിടിക്കേണ്ടത് ആവശ്യമാണെന്നും കണ്ടെത്തി ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ 5 റിപ്പോർട്ടുകൾ ഇരിക്കുന്ന ഭൂമിയാണ് നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ ഏറ്റെടുക്കുന്നതിന് പകരം സിവിൽ കേസിലുള്ള തീർപ്പ് വരുന്നതിന് മുമ്പായി കോടതിയിൽ പണം കെട്ടിവെച്ച് ഏറ്റെടുത്ത് അവിടെ വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വിചിത്ര പദ്ധതിയുടെ പേരാണ് ശബരിമല വിമാനത്താവള പദ്ധതി. അത് വളരെ കൗതുകകരമായിട്ടുള്ള മറ്റൊരു ചരിത്രമാണ്. ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു വ്യാജ ആധാരത്തിൻ്റെ ബലത്തിലാണ് 2005 KP യോഹന്നാൻ്റെ നിയന്ത്രണത്തിലുള്ള ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ കയ്യിലേക്ക് ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്നിപ്പോൾ വിളിക്കുന്നതും മുൻപ് ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്നതുമായ എരുമേലിയിലെ തോട്ടഭൂമി കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ 1979 ഹൈക്കോടതിയിൽ ഹാരിസൺസ് മലയാളം തന്നെ സമർപ്പിച്ചിട്ടുള്ള ഒരു സത്യവാങ്മൂലത്തിലാണ് ഈ തോട്ടഭൂമിയുടെ യഥാർത്ഥ ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം ഉണ്ടായിരുന്നത് റബ്ബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ്. 1990കളിൽ ഇന്ത്യയിൽ പ്രവർത്തിച്ചിരുന്ന ഈ ബ്രിട്ടീഷ് കമ്പനി ബ്രിട്ടീഷ് ഭരണകാലത്തായിരുന്നു, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വളരെ മുൻപുള്ള കാലഘട്ടത്തിലാണ് പ്രവർത്തിച്ചിരുന്ന റബ്ബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി എന്ന് പറയുന്ന കമ്പനി
വഞ്ചീശ മഠാധിപതിയിൽ നിന്ന്, അതേപോലെ തന്നെ പശ്ചിമഘട്ട ദേവസ്വത്തിൽ നിന്ന്, ബ്രഹ്മൻ നമ്പൂതിരിയിൽ നിന്ന്, നാരായണൻ നമ്പൂതിരിയിൽ നിന്ന്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ജന്മികളിൽ നിന്നും പാട്ടവ്യവസ്ഥയിൽ പാട്ടത്തിന് ഏറ്റെടുത്തിട്ടുള്ള ഭൂമി, ആ ഭൂമിയിലാണ് ഇവർ എസ്റ്റേറ്റാക്കി കൃഷി നടത്തിയിരുന്നത്. അതിനുശേഷം 1923 ഈ റബ്ബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന പേരിലേക്ക് പേര് മാറുകയാണ്. കമ്പനി ഒന്ന് തന്നെയാണ്. ഈ റബ്ബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ മേൽവിലാസം നമ്പർ 410 ഗ്രേറ്റ് ടവർ ലണ്ടൻ എന്നതാണ് അവരുടെ വിലാസം. ഇതേ വിലാസത്തിൽ തന്നെയാണ് പുതിയ കമ്പനി ആരംഭിക്കുന്നത്. മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ അവരുടെ രേഖകളിൽ കൊടുത്തിട്ടുള്ള വിലാസം അതേ വിലാസം തന്നെയാണ്. അങ്ങനെ റബ്ബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ പാട്ടഭൂമിയായി ഈ റബ്ബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിക്ക് 1900 കിട്ടിയിട്ടുള്ള സകലമാന ഭൂമിയും ഈ പുതിയ കമ്പനിയായിട്ടുള്ള മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡിൻ്റെ പേരിലേക്ക് കൊല്ലം രജിസ്ട്രാർ ഓഫീസിലെ 1600/1923 എന്ന ആധാരത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആധാരത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. അതിൽ രണ്ട് സംഗതികൾ നമ്മൾ പരിശോധിക്കണം. ഒന്ന്, ഈ ഭൂമി മറ്റൊരു കമ്പനിക്കോ മറ്റൊരു വ്യക്തിക്കോ വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ നിയമപരമായി ഈ റബ്ബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അധികാരമില്ല. കാരണം അവർ ആ ഭൂമിയിലെ പാട്ടക്കാരൻ മാത്രമാണ്. ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥന്മാരാരൊക്കെയാണ്? വഞ്ചീശ മഠാധിപതിയാണ്, പശ്ചിമഘട്ടം ദേവസ്വമാണ്, അല്ലെങ്കിൽ നാരായണൻ നമ്പൂതിരിയാണ്, ബ്രഹ്മദത്തൻ നമ്പൂതിരിയാണ്. ഇവരിൽ നിന്നൊരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് കാർഷിക വൃത്തിക്ക് വേണ്ടി പാട്ടത്തിനെടുത്തിട്ടുള്ള ഭൂമി ഉടമസ്ഥനാണെന്ന വ്യാജേന ഇവർ കൈമാറ്റം ചെയ്യുകയാണ്. ആരാണ് കൈമാറ്റം ചെയ്യുന്നത്? രണ്ട് കമ്പനിയുടെയും ഉടമസ്ഥനായിട്ടുള്ള ഒരേ ആൾ തന്നെയാണ്. ജോർജ് ആൽബർട്ടൺ ജോൺ ബാരൻ എന്ന് പറയുന്ന സായിപ്പ് തന്നെയാണ്, UK കാരനായിട്ടുള്ള സായിപ്പ് തന്നെയാണ് രണ്ട് കമ്പനികളുടെയും ഉടമസ്ഥൻ. അതായത് റബ്ബർ ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള ജോർജ് ആൽബർട്ട് ജോൺ ബാരൻ, മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള ജോർജ് ആൽബർട്ട് ജോൺ ബാരന് 1600/1923 എന്ന് പറയുന്ന ആധാരത്തിലൂടെ തനിക്ക് അർഹതപ്പെട്ടിട്ടില്ലാത്ത, തനിക്ക് അവകാശപ്പെട്ടിട്ടില്ലാത്ത, താൻ പാട്ടക്കാരൻ മാത്രമായിട്ടുള്ള ഒരു ഭൂമി കൈമാറ്റം ചെയ്യുകയാണ്. വിൽക്കുന്നതും വാങ്ങുന്നതും ഒരേ ആൾ തന്നെയാണ്. അങ്ങനെ ഒരു ആധാരം 1923 കൊല്ലം രജിസ്ട്രാർ ഓഫീസിലൂടെ നിർമ്മിക്കുന്നു. അങ്ങനെ ഈ പറയുന്ന 2263 ഏക്കർ വരുന്ന ഇന്ന് നമ്മൾ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് വിളിക്കുന്ന ആ ഭൂമിയുടെ ഉടമസ്ഥൻ ആരായി മാറുകയാണ്? 1923 മുതൽ മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയായി മാറുകയാണ്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കാലഘട്ടവും അതിനുശേഷവും മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഈ ഭൂമി കൈവശത്തിൽ വെച്ച് അനുഭവിച്ച് വരികയാണ്. എന്നാൽ 1963 എന്ത് സംഭവിച്ചു? 1963 ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി വലിയ പ്ലാന്റേഷൻസും വലിയ ഭൂമിയുടെ മുകളിൽ സീലിംഗ് ലിമിറ്റ് വന്നു. വലിയ എന്താ പറയുക, വിസ്തൃതിയിലുള്ള ഭൂമി കൈവശം വയ്ക്കുന്നതിന് തടസ്സമുണ്ടായി. എന്നാലും പ്ലാന്റേഷനാണെന്നുള്ള ആനുകൂല്യം ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമി ഇവർ കൈവശം വയ്ക്കുന്നത് തുടർന്നുകൊണ്ട് പോകുന്നു. എന്നാൽ 1973 ഫെറ നിയമം വന്നതോടുകൂടി, ഈ ഫോറിൻ റെഗുലേഷൻസ് നിയമം വന്നതോടുകൂടി ആ നിയമത്തിലെ 16, 29, 31 സെക്ഷൻസിൻ്റെ ഭാഗമായിട്ട് വിദേശ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് ഇന്ത്യയിൽ ഭൂമി കൈവശം വയ്ക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ടായി. അതോടുകൂടി മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന UK രജിസ്റ്റർ ചെയ്തിട്ടുള്ള നമ്പർ 410 ഗ്രേറ്റ് ടവർ ലണ്ടൻ എന്ന ഔദ്യോഗിക വിലാസത്തിൽ പ്രവർത്തിക്കുന്ന മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡിന് ഈ ഭൂമി കൈവശം വയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിട്ടു. അപ്പോൾ എന്താണ് ചെയ്തത്? അപ്പോൾ ഇവിടെയുള്ള ചില രാഷ്ട്രീയ നേതാക്കളുടെയും അവരുടെ സഹായികളുടെയും നിയമജ്ഞന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ പുതിയൊരു കമ്പനി രജിസ്റ്റർ ചെയ്തു. 1978 മലയാളം പ്ലാന്റേഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് ആ പുതിയ കമ്പനിയുടെ പേര്. 1978 പുതിയൊരു കമ്പനി അതേ ആളുകൾ തന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. 1979 മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 1979 ഏപ്രിൽ മാസത്തിൽ ഈ മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി പുതുതായി ആരംഭിച്ച മലയാളം പ്ലാന്റേഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ലയിക്കുകയും അതോടുകൂടി അവരുടെ വസ്തുവകകളെല്ലാം മലയാളം പ്ലാന്റേഷൻസ് ഇന്ത്യ ലിമിറ്റഡിൻ്റേത് ആവുകയും ചെയ്തു. എന്നാൽ നിയമപരമായി ഒരു ആധാരത്തിലൂടെ ഈ ഭൂമികളൊന്നും കൈമാറിയിട്ടില്ല എന്നത് ശ്രദ്ധിക്കണം. രണ്ട് കമ്പനികൾ തമ്മിൽ ലയിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് 1979. അതിനുശേഷം 1984 ഒക്ടോബർ മാസത്തിൽ
ഹാരിസൺസ് ആൻഡ് ക്രോസ്ഫീൽഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഇവരുടെ തന്നെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മറ്റൊരു സബ്സിഡിയറി കമ്പനി, ആ കമ്പനിയും പുതുതായി രൂപീകരിച്ചിട്ടുള്ള മലയാളം പ്ലാന്റേഷൻസ് ഇന്ത്യ ലിമിറ്റഡിൽ ലയിച്ചു. അതിനുശേഷം ഈ എല്ലാ കമ്പനികളും കൂടി ലയിച്ച് അവസാനം നിലയിൽ വന്ന ഈ പുതിയ കമ്പനി 1984 മുതൽ ഹാരിസൺസ് മലയാളം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പുതിയ കമ്പനിയായി പുനർനാമകരണം ചെയ്യപ്പെട്ടു. 1985 മുതൽ ഹാരിസൺസ് മലയാളം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള 2263 ഏക്കറുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് മുതൽ മറ്റ് നിരവധിയായിട്ടുള്ള ഇത്തരത്തിൽ പാട്ടഭൂമികൾ കയ്യേറിയതും കൈവശപ്പെടുത്തിയതും വ്യാജ ആധാരങ്ങളിലൂടെ സ്വന്തമാക്കിയതും ഉൾപ്പെടെയുള്ള 76,000 ഏക്കറോളം ഉണ്ടായിരുന്ന മലയാളം പ്ലാന്റേഷൻസിൻ്റെ സകല ഭൂമിയും ഹാരിസൺസ് മലയാളം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ നിയന്ത്രണത്തിലായി. അങ്ങനെ 1985 മുതൽ ഇവർ ഈ ഭൂമി കൈവശം വെച്ച് വരുന്നു. 2005 ഹാരിസൺസ് മലയാളം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഈ 76,000 ഏക്കർ ഭൂമിയിലെ 2263 ഏക്കർ വരുന്ന ചെറുവള്ളി എസ്റ്റേറ്റ് KP യോഹന്നാൻ്റെ ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സുവിശേഷ സഭയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അത് വില കെട്ടിയിട്ടുള്ളൊരു തീരാധാരമായിട്ടാണ്, ഒരു വിൽപ്പനയായിട്ടാണ് നടന്നിട്ടുള്ളത്. ആധാരത്തിൽ 63 കോടി രൂപയാണ് 2263 ഏക്കർ ഭൂമിക്ക് കാണിച്ചിട്ടുള്ളത്. യഥാർത്ഥ വില അതിൻ്റെ എത്രയോ ഇരട്ടിയായിരിക്കണം. സെൻറ്റ് ഒന്നിന് 1 ലക്ഷം വെച്ച് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിലും 2263 ഏക്കർ ഭൂമിക്ക് 2263 കോടി രൂപയെങ്കിലും വരേണ്ടതാണ്. അതിൽ കൂടുതൽ വില ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ആധാരത്തിൽ 63 കോടി രൂപ കാണിച്ചുകൊണ്ട് 2005 ഹാരിസൺസ് മലയാളം ഇന്ത്യ ലിമിറ്റഡ് ഈ ഭൂമി ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യക്ക് 2291/2005 എന്നാണ് ആധാരത്തിൻ്റെ നമ്പർ എന്നാണ് എൻ്റെ ഓർമ്മ. ആ ആധാരത്തിലൂടെ കൈമാറുകയാണ്. ആ ആധാരത്തിന് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള പ്രസക്തി ഉണ്ടോ എന്ന് വെച്ചാൽ യാതൊരു നിയമപരമായിട്ടുള്ള പ്രസക്തി ഇല്ല. കാരണം എന്താണ്, ഈ ഭൂമി കൈമാറാൻ ഹാരിസൺസ് മലയാളം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് യാതൊരു നിയമപരമായിട്ടുള്ള അധികാരവും ഇല്ല. കാരണം ഇത് ഇവരുടെ ഭൂമിയല്ല. ഇവർക്ക് ഈ ഭൂമി കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മലയാളം പ്ലാന്റേഷൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് ഇത് കൈമാറിയ വഴിയാണ്. മലയാളം പ്ലാന്റേഷൻസ് UK ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് ഇത് കൈമാറാനുള്ള അധികാരമുണ്ടോ? ഇല്ല. അവർ ആ ഭൂമിയിലെ പാട്ടക്കാർ മാത്രമായിരുന്നു. ഭൂമിയുടെ യഥാർത്ഥ ഉടമസ്ഥന്മാർ വഞ്ചീശ മഠവും അതേപോലെ തന്നെ പശ്ചിമഘട്ട ദേവസ്വവും പിന്നെ ബ്രഹ്മദത്തൻ നമ്പൂതിരി, നാരായണൻ നമ്പൂതിരി തുടങ്ങിയിട്ടുള്ള നിരവധി ജന്മിമാരുമാണ്. എന്നാൽ 1963 ഭൂപരിഷ്കരണം വന്നതിന് ശേഷം ഈ ആളുകൾക്ക് എല്ലാവർക്കും ഭൂമിയിലുള്ള അവകാശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സീലിംഗ് പരിധിക്ക് പുറത്തുള്ള ഭൂമിയെല്ലാം സർക്കാർ ഭൂമിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഫലത്തിൽ ഈ ഭൂമിയെല്ലാം ആർക്ക് അധികാരപ്പെട്ടിട്ടുള്ള ഭൂമിയാണ്? സർക്കാരിന് അധികാരപ്പെട്ടിട്ടുള്ള ഭൂമിയാണ്. ദേവസ്വത്തിന് ആ ഭൂമിയിൽ ക്ലെയിം ഉണ്ടെങ്കിൽ പശ്ചിമഘട്ടം ദേവസ്വം എന്ന് പറയുന്ന ദേവസ്വം ഇപ്പോൾ നിലവിലില്ല. പശ്ചിമഘട്ടം ദേവസ്വം പോലും തിരുവിതാംകൂർ ദേവസ്വത്തിൽ ആണ് ലയിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ആ ഭൂമിയുടെ മുകളിൽ ക്ലെയിം ഇപ്പോഴും ഉന്നയിക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരമുണ്ട്. നേരത്തെ വഞ്ചീശ മഠത്തിനോ ബ്രഹ്മദത്തൻ നമ്പൂതിരിക്കോ നാരായണൻ നമ്പൂതിരിക്കോ നിയമപരമായി പോലും അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിക്കാനുള്ള സാഹചര്യമില്ല. അപ്പോൾ ആ ഒരു ഭൂമിയെല്ലാം സർക്കാർ ഭൂമിയായി മാറിയിട്ടുണ്ട്. ഈ സർക്കാർ ഭൂമിയാണ് ഇത്തരത്തിലൊരു വ്യാജ ആധാരത്തിലൂടെ ഈ പറയുന്ന ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യയുടെ പേരിലേക്ക് കൈമാറിയിട്ടുള്ളത്. ആ കൈമാറ്റം നിയമവിരുദ്ധമാണെന്നും അതിന് നിയമപരമായി നിലനിൽപ്പില്ലെന്നും അക്കാലഘട്ടത്തിൽ തന്നെ പ്രദേശവാസികളായിട്ടുള്ള അല്ലെങ്കിൽ ഭൂവകാശ പ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ വാദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദിവാസികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മനുഷ്യർ സ്വന്തമായി യാതൊരു ഭൂമി ഇല്ലാത്തവരായി സർക്കാരിനോട് 5 സെൻറ്റോ 10 സെൻറ്റോ ഭൂമി പതിച്ചു തരണമെന്നുള്ള ആവശ്യം വർഷങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കാരിന് അധികാരപ്പെട്ടുള്ള 2263 ഏക്കർ ഭൂമി ഒരു വ്യാജ ആധാരത്തിലൂടെ സർക്കാർ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നത്. എരുമേലി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരത്തിലൂടെയാണ്, എരുമേലി സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരത്തിലൂടെയാണ് ഭൂമി വിൽക്കാൻ അധികാരമില്ലാത്ത ഒരാൾ തെറ്റായിട്ടുള്ള പ്രതിഫലത്തിൻ്റെ മേലെ ഭൂമി KP യോഹന്നാൻ എന്ന് പറയുന്ന ആളുടെ ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യക്ക് കൈമാറിയിട്ടുള്ളത്. അപ്പോൾ അത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്, ക്രമക്കേടാണ്. ആ ആധാരത്തിന് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ യാതൊരു പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ ആ ആധാരം റദ്ദാണ്. ഭൂമി ഇപ്പോഴും സർക്കാർ ഭൂമിയായി തന്നെ നിലനിൽക്കുകയാണ്. ഈ കാര്യം പിന്നീട് വന്നിട്ടുള്ള 5ഓളം അന്വേഷണ കമ്മീഷനുകൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. ആ അന്വേഷണ കമ്മീഷനുകളുടെ റിപ്പോർട്ടുകൾ സർക്കാരിൻ്റെ മേശപ്പുറത്തും കോടതികളിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് സർക്കാരിന് ഈ കാര്യത്തിൽ അങ്ങനത്തെ ഒരു താല്പര്യമുള്ളത് കൊണ്ടായിരിക്കണം. ന്യായമായിട്ടും നമ്മൾ സാമാന്യ ബുദ്ധിയോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലാതെ ഇരിക്കാൻ യാതൊരു ന്യായവുമില്ല. കാരണം ഈ കാര്യം 2005 ഈ ഭൂമി കൈമാറ്റം ചെയ്യപ്പെട്ട ഉടനെ തന്നെ ഈ വിഷയം വലിയ വിവാദമായിരുന്നതാണ്.
ഒരുപാട് ഭൂ അവകാശ പ്രവർത്തകരെല്ലാം ഇതിനെതിരെ ഇതിനെതിരെ പ്രതിഷേധം ഉന്നയിക്കുകയും അതേപോലെ തന്നെ മംഗളം പത്രത്തിൽ നിരന്തരമായിട്ട് ഈ കാര്യത്തിൽ ഒരു ഫീച്ചറുകൾ ഈ കൈമാറ്റം അനധികൃതമാണ്, ഇത് ഭൂമി കയ്യേറ്റമാണ്, ഭൂമാഫിയയാണ് എന്നൊക്കെയുള്ള തരത്തിൽ മംഗളം പത്രം ഒരു ക്യാമ്പയിൻ തന്നെ നടത്തിയിരുന്നു. അതിനെ തുടർന്ന് 2006 VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഇതിനെ സംബന്ധിച്ചൊരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതാണ് ആദ്യത്തെ അന്വേഷണ കമ്മീഷൻ. നിവേദിത പി ഹരൻ, ലാൻഡ് റവന്യൂ കമ്മീഷണറായിരുന്ന നിവേദിത പി ഹരൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള അന്വേഷണം. നിവേദിത പി ഹരൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള അന്വേഷണത്തിൽ ഈ ഭൂമി സർക്കാർ ഭൂമിയാണെന്നും പാട്ടത്തിനെടുത്തിട്ടുള്ള ഭൂമി നിയമം ലംഘിച്ചുകൊണ്ട്, വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഇവർ അനധികൃതമായി കൈമാറിയിട്ടുള്ളതാണെന്നും അതിനുവേണ്ടി നിർമ്മിച്ചിട്ടുള്ള ആധാരങ്ങൾ മുഴുവൻ വ്യാജമാണെന്നും അതുകൊണ്ട് തന്നെ ഈ ഭൂമിക്ക് മേലെ ബിലീവേഴ്സ് ചർച്ചിനോ അവർക്ക് കൈമാറിയിട്ടുള്ള മലയാളം പ്ലാന്റേഷൻസിനോ ഹാരിസൺസ് മലയാളത്തിനോ യാതൊരു അധികാരവും ഇല്ലെന്ന് കണ്ടെത്തിയതാണ്. ഭൂമി തിരിച്ചു പിടിക്കണമെന്ന് ശുപാർശ ചെയ്തതാണ്. നിവേദിത പി ഹരൻ്റെ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിരുന്നു. ആ ജുഡീഷ്യൽ കമ്മീഷനാണ് ജസ്റ്റിസ് എൽ മോഹനൻ്റെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ കമ്മീഷൻ. ജുഡീഷ്യൽ കമ്മീഷൻ്റെ കണ്ടെത്തലും എൽ മോഹനൻ്റെ കമ്മീഷൻ്റെ കണ്ടെത്തലും നിവേദിത പി ഹരൻ്റെ ഫൈൻഡിങ്സിനെ ശരിവെക്കുന്നതായിരുന്നു, ഭൂമി സർക്കാർ ഭൂമിയാണെന്ന് സമർത്ഥിക്കുന്നതായിരുന്നു. അതിനുശേഷം തുടർ നടപടികൾക്ക് വേണ്ടി അന്നത്തെ ലാൻഡ് റവന്യൂ അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന എൽ സജിത് ബാബുവിനെ ചുമതലപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ എൽ സജിത് ബാബു ഈ കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തുകയും ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു വെക്കുകയും ചെയ്തപ്പോഴാണ് വലിയ പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകുന്നത്. വേണ്ടപ്പെട്ട ആളുകളെല്ലാവരും സർക്കാരിനെ വന്ന് കാണുന്നത്. അവിടെ വെച്ച് പെട്ടെന്ന് ഈ നടപടികളെല്ലാം ഫ്രീസായി. അതിനുശേഷം പിന്നീട് ഈ നടപടികളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. പിന്നീട് LDF സർക്കാരിന് ശേഷം 2011 UDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അടൂർ പ്രകാശ് റവന്യൂ മന്ത്രി ആയിരുന്ന സമയത്താണ് ഈ കാര്യത്തിൽ രണ്ടാമതൊരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുന്നത്. ആ സമയത്താണ് വിജിലൻസ് DYSP ആയിരുന്ന നന്ദനൻ പിള്ള എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ ഈ കാര്യത്തിൽ ക്രമക്കേടുകൾ നടന്നതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണത്തിന് ഉത്തരവുണ്ടായി. റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവുണ്ടായി. ആ അന്വേഷണത്തിൽ ഈ നന്ദനൻ പിള്ള എന്ന് പറയുന്ന വിജിലൻസ് DYSP ഈ കമ്പനികൾ അവരുടെ ഭൂമി കൈമാറാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള സകലമാന രേഖകളും പരിശോധിക്കുകയും ഈ മുഴുവൻ രേഖകളും വ്യാജരേഖകളാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഉദാഹരണത്തിന് 1923 നടന്നിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ രേഖ, ആ സമയത്ത് ശ്രീമൂലം തിരുനാൾ ഭരിക്കുന്ന സമയമാണ്. അന്നുണ്ടായിരുന്ന ആധാരങ്ങളുടെ സ്വഭാവത്തിലുള്ള ആധാരമേ അല്ല 1923 കാണിച്ചിട്ടുള്ള രേഖ. അതേപോലെ തന്നെ 1978-ലും 79-ലും ട്രാൻസ്ഫറിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള രേഖകൾ, ഇതെല്ലാം സർക്കാർ മെഷീനറിയെ വഞ്ചിച്ചുകൊണ്ട് ഫോർജ്ഡ് ആയിട്ടുള്ള, മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള, കൺകോട്ടഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്, ഫോർജ്ഡ് ഡോക്യുമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് ഈ രേഖകൾക്കൊന്നും നിയമപ്രകാരം യാതൊരു പ്രസക്തിയില്ല. ഏറ്റവും ഒടുവിൽ 2005 ട്രാൻസ്ഫർ വരെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കറിയാം, ഒരു ഭൂമി കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ടൊരു ഭൂമി വാങ്ങുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വിൽക്കുന്നതിന് വേണ്ടി ഇതാക്കുകയാണെങ്കിൽ ഈ ഭൂമിയുടെ അവകാശത്തെ സംബന്ധിച്ച സകല അന്വേഷണവും ROR ഒക്കെ വിളിച്ചു വരുത്തി സകല അന്വേഷണവും നടത്തിയതിന് ശേഷമാണ് ഈ ഭൂമി വിൽക്കുന്നവൻ ഇത് വിൽക്കാനുള്ള അധികാരമുണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രമാണ് നമുക്ക് ആ ഭൂമി രജിസ്റ്റർ ചെയ്ത് വിൽക്കാൻ സാധിക്കുക. അങ്ങനെ യാതൊരു അന്വേഷണവും നടത്താതെയാണ് 2005 സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന്, എരുമേലി സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു രജിസ്ട്രേഷൻ നടത്തി കൊടുത്തിട്ടുള്ളത്. ആ ഡോക്യുമെൻറ്റിന് പോലും നിയമപ്രകാരം യാതൊരു പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസ് DYSPയുടെ ഫൈൻഡിങ് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്ക് വേണ്ടി UDF സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇദ്ദേഹത്തെ സ്പെഷ്യൽ ഓഫീസറായി രാജമാണിക്യത്തെ, അദ്ദേഹം എറണാകുളം ജില്ലാ കളക്ടറായിരുന്നു ആ സമയത്ത് എന്നാണ് എൻ്റെ ഓർമ്മ, അതിനുശേഷം അദ്ദേഹത്തെ സ്പെഷ്യൽ ഓഫീസറായി നിയമിച്ചു. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ഒരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു, ഓഫീസ് ഓഫ് ദ സ്പെഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞിട്ട്. ആ സ്പെഷ്യൽ ഓഫീസർ 2 ഭാഗമുള്ള ആളുകളെയും കേട്ടു. ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെയും ബിലീവേഴ്സ് ചർച്ചിൻ്റെയും ആളുകളെ എല്ലാം വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ള വാദങ്ങളും കൂടി കേട്ട് ഇരുവശങ്ങളും പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വിശദമായിട്ടുള്ള ട്രയൽ നടത്തിയതിന് ശേഷം, നിഷ്പക്ഷമായ 2 പക്ഷവും കേട്ടതിന് ശേഷമുള്ള ഒരു ട്രയൽ നടത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു നിഗമനം അദ്ദേഹം ഒരു റിപ്പോർട്ടായി സമർപ്പിച്ചു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഭൂമിയിൽ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഭൂമിയിൽ ബിലീവേഴ്സ് ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇപ്പത്തെ ഉടമസ്ഥന്മാർക്കോ ഹാരിസൺസ് മലയാളം എന്ന് പറയുന്ന മുൻ ഉടമസ്ഥന്മാർക്കോ നിയമപ്രകാരം യാതൊരു അവകാശവും സിദ്ധിക്കുന്നതല്ല. ഇത് സമ്പൂർണ്ണമായും സർക്കാർ ഭൂമി മാത്രമാണ്. അതുകൊണ്ട് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ 2263 ഏക്കർ മാത്രമല്ല, ഹാരിസൺസ് മലയാളം കൈവശപ്പെടുത്തി പത്തനംതിട്ട, ഇടുക്കി,
വയനാട് തുടങ്ങിയിട്ടുള്ള ജില്ലകളിലായി ഹാരിസൺസ് മലയാളം കയ്യേറിയിട്ടുള്ള കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിലായി കയ്യേറിയിട്ടുള്ള 76,000 ഏക്കർ ഭൂമിയും തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിജിലൻസ് സ്പെഷ്യൽ ഓഫീസർ റിപ്പോർട്ട് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടികൾ തുടങ്ങിയപ്പോൾ ബിലീവേഴ്സ് ചർച്ച് ഹൈക്കോടതിയിൽ പോയിട്ട് പറഞ്ഞു, സ്പെഷ്യൽ ഓഫീസർക്ക് ഭൂമി തിരിച്ചു പിടിക്കാനുള്ള അധികാരമില്ല, ഭൂമി ഏറ്റെടുക്കാനുള്ള അധികാരമില്ല, ഇവർക്ക് ഒരു ഫെയർ ട്രയലിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല, കോടതിയിൽ ഇവരുടെ ടൈറ്റിൽ പ്രൂവ് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് വിജിലൻസ് സ്പെഷ്യൽ ഓഫീസറുടെ നടപടികളെ തടസ്സപ്പെടുത്തി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി, ആ കേസ് കുറച്ചു കാലം നടന്നു, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സ്പെഷ്യൽ ഓഫീസർക്ക് അനുകൂലമായിരുന്നു. ഭൂമി ഏറ്റെടുക്കാൻ സ്പെഷ്യൽ ഓഫീസർക്ക് അധികാരമുണ്ട്, ഈ ഭൂമി സർക്കാർ ഭൂമി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതിനെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുണ്ടായി. ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുണ്ടായ സമയത്ത് ഒരു സംഭവം ഉണ്ടായി. സർക്കാർ മാറി. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമായി ചെയ്തൊരു സംഭവം എന്ന് പറയുന്നത്, ഹൈക്കോടതിയിലും മറ്റും ഈ ചെറുവള്ളി എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തിക്കൊണ്ടിരുന്ന ഗവൺമെൻറ് പ്ലീഡറായിരുന്ന സുശീല ഭട്ടിനെ മാറ്റി എന്നുള്ളതാണ്. അതോടുകൂടി ആ കേസ് അട്ടിമറിക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി. സർക്കാർ തന്നെ ബോധപൂർവം ഹൈക്കോടതിയിലും മറ്റും കേസുകൾ തോറ്റുകൊടുക്കുകയാണ് എന്ന് ന്യായമായി സംശയിക്കാൻ തക്കവണ്ണമുള്ള കാരണങ്ങളുണ്ടായി. കാരണം സുശീല ഭട്ട് എത്രയോ വർഷങ്ങളായി കേസ് നടത്തുന്ന ആളായിരുന്നു. അതിനെപ്പറ്റി ഓരോ മുക്കും മൂലയും വിശദമായി പഠിച്ച് സർക്കാരിന് വേണ്ടി കേസുകൾ വാദിച്ച് ജയിച്ചുകൊണ്ടിരുന്നിരുന്ന ഒരാളായിരുന്നു. അവരെ അന്യായമായിട്ടും യാതൊരു കാരണവും കൂടാതെയും അവിടെ നിന്ന് എടുത്തു മാറ്റുകയാണ് ചെയ്തത്. പകരമായി കൊണ്ടുവന്നിട്ടുള്ള ആൾ ഈ വിഷയത്തിൽ യാതൊരു എക്സ്പെർട്ടൈസും ഇല്ലാത്ത, യാതൊരു പഠനവും നടത്തിയിട്ടില്ലാത്ത, യാതൊരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരാളായിരുന്നു. പിന്നീട് അങ്ങോട്ട് കോടതിയിലെ കേസുകളിലെല്ലാം സർക്കാർ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായി. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ട് ഹൈക്കോടതി റദ്ദാക്കി, ആ റിപ്പോർട്ട് തന്നെ അസാധുവായി പ്രഖ്യാപിച്ചു. പക്ഷെ അപ്പോഴും കോടതി സർക്കാരിനൊരു അവസരം കൂടി കൊടുത്തു. ഭൂമിയുടെ ടൈറ്റിൽ പ്രൂവ് ചെയ്യാൻ സിവിൽ കോടതിയെ സമീപിക്കാനുള്ള അധികാരം സർക്കാരിനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിലീഫ് സർക്കാരിന് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാലാ സബ് കോടതിയിൽ കോട്ടയം ജില്ലാ കലക്ടർ ഈ ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഭൂമിയുടെ ടൈറ്റിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു സിവിൽ സ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ആ സിവിൽ സ്യൂട്ട് നടന്നു വരികയാണ്. ഈ പൊന്തൻപുഴ വനമേഖലയുടെ ഒരു ഭാഗം ചെറുവള്ളി എസ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിനോട് ചേർന്ന് കിടക്കുന്നത് പെരിയാർ വന്യജീവി സങ്കേതമാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ ഇതൊരു പരിസ്ഥിതി ലോല പ്രദേശമാണ്. അവിടെ ഒരു വിമാനത്താവള പദ്ധതിക്ക് എൻവയോൺമെൻറ്റൽ മിനിസ്ട്രി അല്ലെങ്കിൽ പാരിസ്ഥിതിക മന്ത്രാലയം അനുമതി നൽകുമോ എന്നത് മറ്റൊരു വലിയ ചോദ്യമാണ്. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ 23ാം സ്ഥാനത്ത് മാത്രമുള്ള കേരളത്തിൽ ഇപ്പോൾ തന്നെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്. എന്നാൽ ഈ വിമാനത്താവളങ്ങളെല്ലാം ലാഭത്തിലാണോ പ്രവർത്തിക്കുന്നത്? എല്ലാ വിമാനത്താവളങ്ങളും വളരെ ആവശ്യമായിട്ട് വളരെ തിരക്ക് കൂടി ഇനിയൊരു വിമാനത്താവളവും കൂടി ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലാണോ പ്രവർത്തിക്കുന്നത്? അല്ല. കേരളത്തിൽ സുഗമമായിട്ടും കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്ന ഒരേ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന് പറയുന്നത് കൊച്ചിയിലെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളം മാത്രമാണ്. ഒരു വട്ടം പോലും ചെറുവള്ളി എസ്റ്റേറ്റ് സന്ദർശിക്കാതെയാണ് ഇവർ ശബരിമല വിമാനത്താവളത്തിൻ്റെ ഫീസിബിലിറ്റി റിപ്പോർട്ട് കൊടുത്തത് എന്നുള്ളതാണ്. ഈ 2 വർഷത്തെ കാലയളവിൽ ഒരു വട്ടം പോലും ഈ ലൂയി ബർഗർ എന്ന് പറയുന്ന കൺസൾട്ടൻസിയുടെ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലോട്ട് ചെറുവള്ളി എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഭൂമി സന്ദർശിക്കുകയോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പഠനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു നടപ്പാക്കാനാവാത്തൊരു പദ്ധതിയുടെ മറവിൽ ഈ കയ്യേറ്റക്കാർക്ക് പണം നൽകി ആ ഭൂമി ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു സമ്പ്രദായം, അതിനുവേണ്ടി നടത്തിയിട്ടുള്ള അഴിമതികൾ എത്രയാണ്, അതിനുവേണ്ടി ചെയ്തിട്ടുള്ള ചതികൾ എത്രയാണ്. ഗവൺമെൻറ് ലീഡറായിരുന്ന സുശീല ഭട്ടിനെ മാറ്റിയതുൾപ്പെടെ, ഹൈക്കോടതിയിൽ കേസ് ബോധപൂർവം തോറ്റുകൊടുത്തതുൾപ്പെടെ, നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മറികടന്നുകൊണ്ട് ഓർഡിനൻസ് ഇറക്കി ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചതുൾപ്പെടെ, എന്ത് വില കൊടുത്തും ഇവിടെ തന്നെ ഈ വിമാനത്താവള പദ്ധതി കൊണ്ടുവരുമെന്നൊരു നിർബന്ധ ബുദ്ധിയോടുകൂടി ശാഠ്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതുൾപ്പെടെയുള്ള ഈ കാര്യത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ മുഴുവൻ പൊതുസമൂഹത്തെ വഞ്ചിക്കുന്ന തരത്തിലുള്ളതാണ്, ഭൂമാഫിയയെ സഹായിക്കുന്ന തരത്തിലുള്ളതാണ്, ഭൂമിയുടെ അർഹരായിട്ടുള്ള ആളുകളെ വഞ്ചിക്കുന്ന തരത്തിലുള്ളതാണ്.